ഒരിടത്ത് പിശുക്കനായ ഒരു ധനികൻ ഉണ്ടായിരുന്നു. അയാൾ വീട്ടിലെ നല്ല സാധനങ്ങൾ ഒന്നും ഉപയോഗിക്കില്ലായിരുന്നു. ഭക്ഷണം കഴിക്കുന്നത് പൊട്ടിയ പഴയ പാത്രത്തിൽ. ഒരിക്കൽ അയാൾക്കൊരു നല്ല വെള്ളിപ്പാത്രം ലഭിച്ചു. വളരെ വിശേഷ അവസരങ്ങളിൽ മാത്രം ഉപയോഗിക്കുവാൻ അയാൾ ഒരു പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചു. ഒരിക്കൽ വീട്ടിലെത്തിയ സന്യാസിയെ സൽക്കരിക്കുവാൻ ആ പാത്രം എടുക്കാമെന്ന് കരുതിയെങ്കിലും കൂടുതൽ വിശിഷ്ട വ്യക്തികൾക്കായി അത് മാറ്റിവെച്ചു. തൻ്റെ സുഹൃത്തായ മന്ത്രി ഒരിക്കൽ വീട്ടിൽ വന്നു. വളരെ സന്തോഷം. മന്ത്രിക്ക് ഭക്ഷണം വിളമ്പാൻ പാത്രം എടുക്കുവാൻ ഒരുങ്ങിയെങ്കിലും ഒരു നിമിഷം ചിന്തിച്ചു. രാജാവ് വരട്ടെ, അപ്പോൾ എടുക്കാമെന്ന് ചിന്തിച്ച് വെള്ളിപ്പാത്രം മാറ്റിവെച്ചു. മറ്റൊരു ദിവസം രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഓടിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി. എന്തെങ്കിലും ഭക്ഷണം ലഭിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. രാജാവിന് വെള്ളിപ്പാത്രത്തിൽ ഭക്ഷണം കൊടുക്കാമെന്ന് കരുതിയെങ്കിലും പരാജിതനാണല്ലോ, വിജയിയായി വരട്ടെ, അപ്പോൾ ഇത് കൊടുക്കാമെന്ന് കരുതി വെള്ളിപ്പാത്രം എടുത്തില്ല. ഒരു ദിവസം ആ പിശുക്കനായ ധനികൻ മരിച്ചു. വീടിൻ്റെ ചുമതലയേറ്റ മകൻ വീട്ടിലെ ഓരോ സാധനങ്ങളും പരിശോധിക്കുന്നതിനിടെ വെള്ളിപ്പാത്രം കാണാനിടയായി. പാത്രം അയാൾ കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. വല്ലാതെ കറുത്ത ഒരു അഴുക്കുപാത്രം. ഇതെന്തു ചെയ്യണം? അന്ന് മുതൽ അവൻ ആ വെള്ളിപ്പാത്രത്തിലാണ് അവരുടെ വളർത്തുനായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഒരു സാധനത്തിന് വിലയുണ്ടാകുന്നത് അത് ഉപയോഗിക്കുമ്പോഴല്ലേ? എത്ര വിലപിടിപ്പുള്ളതായാലും ഉപയോഗിക്കാത്ത ഒരു വസ്തുവിന് എന്താണ് വില? നാം പിശുക്കരാണോ? നിശ്ചയമായിട്ടുമല്ല. പക്ഷേ ഉപയോഗിക്കപ്പെടാത്ത എന്തെല്ലാം വസ്തുക്കൾ നമ്മുടെയും വീടുകളിലുണ്ട്. പായ്ക്കുപോലും പൊട്ടിക്കാതെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന എന്തെല്ലാം ഗൃഹോപകരണങ്ങൾ. എന്താണ് അതുകൊണ്ടൊരു ഗുണം? പ്രത്യേകം അവസരത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും ആ പ്രത്യേക അവസരം വന്നില്ല. പലരും വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് ആ പിശുക്കിനെ പോലെ പഴയ പാത്രങ്ങളിൽ തന്നെ. നല്ല പാത്രങ്ങളിൽ സ്വയം കഴിച്ചാൽ അവയുടെ ഭംഗി നഷ്ടപ്പെട്ടാലോ? പുതിയ വസ്ത്രങ്ങളും ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. പുതിയവയൊന്നും ഉപയോഗിക്കാൻ അവർക്ക് ഭാഗ്യമില്ല. എല്ലാം പഴകിയതിനു ശേഷം മാത്രം. ഒരു പക്ഷേ എല്ലാം കൂടെ നമുക്ക് വീട്ടിൽ ആവശ്യമില്ലായിരിക്കാം. ആവശ്യമുള്ളവർ സമൂഹത്തിലില്ലേ? പങ്കുവയ്ക്കാം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. ഉപയോഗിക്കുക അല്ലെങ്കിൽ നഷ്ടമാക്കുക. ഉപയോഗിക്കപ്പെടാത്തവ നഷ്ടമായി പോകുമെന്ന് സാരം. ഇത് വസ്തുവകകളെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ശരിയാണ്. ജീവിതം സമൂഹ നന്മയ്ക്കായി ഭവിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥം? മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി ജീവിതം നമുക്ക് സമർപ്പിക്കാം.